ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ലോകയുടെ 45-ാം ദിനമാണ് ഈ ഒരു സിനിമ. 50-ാം ദിനം ആഘോഷിക്കാൻ തകൃതിയായി ഒരുങ്ങിയിരിക്കുകയാണ് മലയാളക്കര ഈ ഒരു സിനിമയ്ക്കായി. ഇന്ന് ഈ ഒരു ശനിയാഴ്ച മികച്ച രീതിയിൽ തന്നെ സിനിമയുടെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നേടിയ ഫൈനൽ കളക്ഷൻ ഇന്ന് രാവിലെ കൊണ്ട് തന്നെ സിനിമ അടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇന്ന് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലോക 50 ദിവസം കടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് നടക്കുമെന്നും അറിയാം. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. 392 ഷോകളാണ് ഇന്ന് ഇതുവരെ രാവിലെ 11 മണി വരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 8,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയതായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സിനിമയ്ക്ക് ഇതുവരെ വന്നത് 13 ലക്ഷം രൂപയോളമാണ്. അതായത് ഇന്നലെ ഫൈനലായി വന്നത് 13,52,000 രൂപയായിരുന്നു ഇന്നലത്തെ, അതായത് വെള്ളിയാഴ്ചത്തെ ഫൈനൽ കളക്ഷനായി വന്നത്. അത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സിനിമ അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ഹോളിഡേ മൂഡിലേക്ക് എത്തുമ്പോൾ ലോക വീണ്ടും കുതിച്ചു കയറുന്നത് സ്വാഭാവികം സാധാരണമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ ഒരു നിമിഷത്തിൽ തന്നെ സിനിമയുടെ കളക്ഷൻ, കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 20-22 ലക്ഷം രൂപ ഇതിനോടകം തന്നെ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഫൈനലാകുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു 35-40 ലക്ഷം രൂപയിലേക്ക് സിനിമ എത്തുമെന്നുള്ളത്. അത് അവിടെ നിൽക്കട്ടെ. ഇനി സിനിമയുടെ ചില കളക്ഷൻ ഇതുവരെ ഡീറ്റെയിൽസിലേക്ക് വരാം. ലോക 2 കോടി നേടിയിരിക്കുന്ന തിയേറ്ററുകൾ ഏതൊക്കെയെന്നൊന്ന് നോക്കാം. PVR പല സിനിമകളുടെയും നമ്മൾ 1 കോടി അടിച്ചോ എന്ന് നോക്കുമ്പോൾ ഇവിടെ ലോകയുടെ കാര്യത്തിൽ 2 കോടിയിലേക്കാണ് നോക്കുന്നത്. PVR ഫോറം മോളിൽ കൊച്ചിയിലുണ്ട്, PVR ലുലു കൊച്ചി, PVR ലുലു മോൾ തിരുവനന്തപുരം, ഗാലക്സി സിനിമാസ് കാലിക്കറ്റ്. ഇത്രയും തിയേറ്ററുകളിൽ 2 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ ലോങ് റണ്ണിലേക്ക് ഈ ഒരു സിനിമ എത്തുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ, നമ്മുടെ മോഡേൺ ഇറയിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഏറ്റവും ലോങ് റണ്ണിലെത്തുന്ന ആദ്യ സിനിമയെ മാറുകയാണ്. 50-ാം ദിനത്തിലേക്ക് സിനിമ എത്തുകയാണ്. ഇതുവരെയുള്ള ഒരു സംവിധായകനോ ഒരു ഡയറക്ടർക്കോ ഒരു നടനോ ഇല്ലാത്ത ധൈര്യം ദുൽഖർ എടുത്ത് കാണിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. സിനിമയുടെ ഇതുവരെ 44 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട്, അതായത് ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള തന്നെയാണ്, സമ്മതിക്കാത്ത ട്രാക്കേഴ്സ്, അതായത് 300 കോടി അടിച്ചുവെങ്കിൽ അത് 270 ആയുള്ളൂ എന്ന് പറയുന്ന ട്രാക്കേഴ്സ് പോലും സമ്മതിച്ച ആ ഒരു കണക്കുകളാണ്, ഒന്നല്ല പലരും അംഗീകരിച്ച ഒരു കണക്കാണ് നമ്മളിവിടെ പറയുന്നത്. 299 കോടി 55 ലക്ഷം രൂപ സിനിമ 44 ദിനം കൊണ്ട് നേടി. നമ്മൾ ബാക്കിയുള്ള ട്രാക്കേഴ്സിലും നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ചിന്തകളിലും തോന്നിയിരുന്നത് 299 കോടി 80 ലക്ഷം രൂപ ഇന്നലത്തോടെ കടന്നു എന്നുള്ളതാണ്. ചെറിയ ഡിഫറൻസ് ആണ്, പക്ഷേ അവർ പറഞ്ഞ കണക്കിലേക്ക് തന്നെ നമ്മൾ പോകുന്നു. നമ്മൾ അത് വിട്ടുകൊടുത്ത് തന്നെയാണ് കണക്കുകൾ പറയാറുള്ളത്. അതായത് 299.55 കോടി. ഇന്ന് ഇതുവരെയുള്ള കളക്ഷൻ കൂടെ നോക്കുമ്പോഴത്തേക്ക് 270 കോടി ഇപ്പോൾ തന്നെ കടന്നിരിക്കുന്നു എന്നാണ്. അതായത് 30 കോടി, അതായത് നാളെ കൊണ്ട് സിനിമ 300 കോടി ക്ലബിലേക്ക് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരം കൊണ്ട് തന്നെ അതെത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബാംഗ്ലൂരിൽ ഇന്ന് തീ ബുക്കിംഗ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. ബാംഗ്ലൂരിൽ ലോകയുടെ ടിക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ ഒരു നിമിഷം നോക്കുകയാണെങ്കിൽ, ഈ ഒരു ശനിയാഴ്ച ഉള്ള ഷോകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് 70-80% ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതും മികച്ച ഒരു കാര്യമായി തന്നെ മാറുകയാണ്. അതുകൊണ്ട് തന്നെ സിനിമ മികച്ച രീതിയിൽ പോകുന്നു. GCC രാജ്യങ്ങളിലും നല്ല തിരക്ക്, വെള്ളി ശനി ഞായർ ദിനങ്ങളിൽ ഗംഭീര തിരക്ക് എന്നുള്ള കാര്യങ്ങൾ, അപ്ഡേറ്റുകൾ വരുന്നു. ഇന്നലത്തെ മികച്ച തിരക്കായിരുന്നു എന്ന് തന്നെ പറയാം. ഇനി കളക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഡൊമസ്റ്റിക്കിൽ നിന്ന് സിനിമ നേടിയത് 181.5 കോടിക്ക് മുകളിലാണ് 43 ദിവസത്തിൻ്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രം ഇപ്പോൾ നിൽക്കുന്നത് 121 കോടി 20 ലക്ഷം രൂപയിലാണ്. വേൾഡ് വൈഡ് ആയിട്ട് ഇന്നത്തോടെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു നിമിഷം വരെ നിൽക്കുന്നത് 299 കോടി 70 ലക്ഷം രൂപ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓവർസീസിൽ നിന്ന് മാത്രമായി സിനിമ 43 ദിനങ്ങൾ കൊണ്ട് നേടിയിരിക്കുന്നത് 120 കോടിക്ക് മുകളിലേക്കാണ്. തമിഴ്നാട്ടിൽ നിന്ന് 25 കോടി സിനിമ ടച്ച് ചെയ്തിരിക്കുന്നു. കർണാടകത്തിൽ സിനിമ 21 കോടിയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന അതേ ലെവലിൽ തന്നെയാണ് നമുക്ക് GCC രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 240 കോടിയോളം നമുക്ക് അങ്ങനെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ കളക്ഷനായി വന്നേക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി ഡൊമസ്റ്റിക്കിൽ ഇത് റെക്കോർഡായി മാറുകയാണ്. ഡൊമസ്റ്റിക്കിൽ നിന്ന് സിനിമ 181 കോടി എന്നുള്ളത്, അല്ലെങ്കിൽ 181.5 കോടി എന്നുള്ളത് ഒരു വലിയ സംഭവമായി തന്നെ മാറുന്നു. ഇന്നത്തോടെ അത് 182 കോടി കടക്കുമെന്നുള്ളതും നമുക്ക് ഉറപ്പാവുകയും ചെയ്തിരിക്കുകയാണ്. ഇനി സിനിമ മോളിവുഡിലെ 90% റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 7ാം വാരത്തിലും സിനിമയ്ക്ക് 200-ന് മുകളിലുള്ള സ്ക്രീനുകളാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന, ഈ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരവും. ഇന്നും ജനങ്ങൾ ഇത്രത്തോളം തിയേറ്ററുകളിൽ ഈ സിനിമ കാണാൻ എത്തുന്നു. അതായത് 45 ദിനങ്ങൾ, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എത്ര വലിയ സിനിമകൾ ഇവിടെ വന്നിറങ്ങിയിട്ടും, മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ വന്നിറങ്ങിയിട്ടും 30 ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് OTTയിലേക്ക് പോവുകയും പിന്നീട് ആളുകൾ അധികമൊന്നും കാണാനില്ല. വല്ലവരും
വല്ലപ്പോഴും ഒക്കെ ചിലപ്പോൾ സമയം കളയാൻ വേണ്ടി പോകുന്ന ആൾക്കാരല്ലാതെ ആരെയും നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷേ ഇത് തുടർച്ചയായി ഈ സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലും ഇന്ന് അത്യാവശ്യം നല്ല തിരക്കായിട്ട് സിനിമയ്ക്ക് കാണുന്നു. എന്താണെങ്കിലും ഇന്ന് നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഈ ഒരു ശനിയാഴ്ച അതിഗംഭീരമായിട്ടുള്ള ശനിയാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.